നിങ്ങൾ ശ്രദ്ധിച്ചോടെ, ഇന്നലെ അമേരിക്കൻ പത്രമായ ബ്ലൂംബെർഗ് റിപ്പോർട്ട് ചെയ്തു, ഇന്ത്യയും റഷ്യയുമായിട്ട് ന്യൂക്ലിയർ സബ്മറൈൻ 1.4 ബില്യൺ ഡീല് സൈൻ ചെയ്തു. മറ്റുള്ള പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്ത് റഷ്യൻ ഒഫീഷ്യൽസിനെ കോട്ട് ചെയ്താണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. 10 മണിക്കൂർ കഴിഞ്ഞില്ല, ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഡിനൈ ചെയ്തു. എന്തുകൊണ്ട് പേടിച്ച് ഡിനൈ ചെയ്തു. ഇതാണ് ഞാൻ പറഞ്ഞത്, ഇന്ത്യക്ക് അവിടെ ഇവിടെ നിൽക്കാൻ പറ്റത്തില്ല ഇപ്പോഴ്. അതാണ് അതിൻ്റെ കാര്യം. ഡിനൈ ചെയ്തു, അങ്ങനെ സംഭവം ഉണ്ടായിട്ടേ ഇല്ല. കാര്യം എന്താ? കാരണം കോഡുമായി ബന്ധപ്പെട്ട് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള വെപ്പൺസും അതേപോലെ തന്നെ നേവിയുടെ ന്യൂക്ലിയർ സബ്മറൈൻസും അതുമൊക്കെ ജപ്പാൻ ഉണ്ടാക്കി കൊടുക്കാമെന്ന് പറഞ്ഞ് സൈൻ ചെയ്തിട്ടിരിക്കും. ആ സമയത്താണ് റഷ്യ എടുക്കാൻ പോകുന്നത്, സൈൻ ചെയ്തു എന്ന് പറയുന്നത്. എന്താണ് ഗ്ലോബൽ പത്രങ്ങൾ പറയുന്നത്? ടെലഗ്രാഫ് പത്രത്തിൻ്റെ ടൈറ്റിൽ തന്നെ നോക്ക്, വെസ്റ്റേൺ കൺട്രീസിന് ഇന്ത്യയെ ട്രസ്റ്റ് ചെയ്യാൻ പറ്റും. ഇതേ സാധനമാണ് ഞാൻ നേരത്തെ ചോദിച്ചത്. ആ ബന്ധം അത് വലിയ ട്രസ്റ്റ് എന്ന് പറയുന്നത് വലിയ സംഭവം. യൂറോപ്യൻ രാജ്യങ്ങളുടെ നിലനിൽപ്പാണ് റഷ്യ ഉക്രൈൻ വാർ. അപ്പൊ അതിനകത്ത് റഷ്യ അഗ്രഷൻ നടത്തിയേക്കുവാണ് ഉക്രൈനിലോട്ട്. അതിനെ ഇന്ത്യ തള്ളിക്കളഞ്ഞിട്ടില്ല. അഗ്രഷൻ നടത്തിയാലും പീസായിട്ട് വാർ നിർത്തണമെന്ന് മാത്രമാണ്. ഇന്ത്യ ന്യൂട്രൽ അല്ല എന്നും ഈ കാര്യത്തിൽ പറയുകയും ചെയ്തു. അതായത് ജോയിൻ്റ് ആയിട്ട് ഇന്ത്യ, പ്രധാനമന്ത്രി മോദിയും പുടിനും ഹൈദരാബാദ് ഹൗസിൽ വെച്ച് നടത്തിയ ജോയിൻ്റ് ആയിട്ടുള്ള ഡിക്ലറേഷൻ. ഇനി നമുക്ക് നോക്കാം, ഇത് വെസ്റ്റേൺ മീഡിയ വല്ലാത്ത രീതിയിലാണ് ഇന്ത്യ അറ്റാക്ക് ചെയ്തിരിക്കുന്നത്. പെട്ടെന്ന് അത് ഇന്ത്യ ഡൗൺ പ്ലേ ചെയ്യുവാണ് പെട്ടെന്ന്. ഇപ്പോഴും ഇതിനെ ഇപ്പം വലുതായിട്ടൊന്നും പൊക്കി കാണിക്കുന്നില്ല. അതിൻ്റെ കാര്യം എന്താ? കാരണം വെസ്റ്റേൺ കൺട്രി അമേരിക്കയും ഇന്ത്യയോട് ചിലപ്പോൾ അൺഡിക്ലെയർഡ് സാങ്ഷൻ പോലെ കയറി വരാൻ സാധ്യതയുണ്ട് ഇപ്പോഴത്തെ ആ സന്ദർഭത്തിൽ.